ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 66-ാമത്തെ ശ്ലോകം നോക്കാം. യദാ മുകുന്ദോ ഭഗവാൻ മാം ത്യക്ത്വാ സ്വപദം ഗതഃ തദ്ദിനാത് കലിരായാതഃ സർവസാധനബാധകഃ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടിരുന്നു, നാരദ മഹർഷി ഭക്തിദേവിയുടെ മനസ്സിൻ്റെ ആ ദൗർബല്യം അല്ലെങ്കിൽ ആ സങ്കടങ്ങളെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ആ സങ്കടത്തിന് ഹേതു എന്താണെന്ന് അറിയുക. നമ്മൾ എപ്പോഴും ഒരു രോഗത്തിൻ്റെ കാരണം അറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ എന്തുകൊണ്ട് രോഗം ബാധിച്ചു, എവിടെ ബാധിച്ചു എന്നൊക്കെ കൃത്യമായി നമുക്കൊന്ന് അറിയാൻ കഴിഞ്ഞാൽ ചികിത്സ എളുപ്പമാകുന്നതുപോലെ എന്താണ് ഭക്തിദേവിയുടെ സങ്കടത്തിന് കാരണമെന്നറിഞ്ഞാൽ അതിനെ എങ്ങനെ മറികടക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാകും എന്നുള്ളത് കൊണ്ട് തന്നെ നാരദ മഹർഷി പറയുകയാണ്, യഥാ മുകുന്ദോ ഭഗവാൻ. യഥാ എന്നാൽ എപ്പോഴാണോ, മുകുന്ദോ ഭഗവാൻ സാക്ഷാൽ മുകുന്ദൻ അഥവാ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ക്ഷ്മാം എന്നാൽ ഭൂമിദേവിയെ ത്യക്ത്വ എന്നാൽ ഉപേക്ഷിച്ചിട്ട്, സ്വപദം എന്നാൽ തൻ്റെ തന്നെ ധാമത്തിലേക്ക്, ആ വൈകുണ്ഠത്തിലേക്ക്, ഗതഃ എന്നാൽ പോയത്. അപ്പോൾ എപ്പോഴാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയെ വിട്ട് ഈ ഭൂമിയിലെ ജീവിതം മതിയാക്കിക്കൊണ്ട് സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയത്, തദ്ദിനാത് ആ ദിവസം മുതൽ, കലിഹി ആയാതഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കലിരായാതഃ. കലിഹി എന്നാൽ നമ്മൾ പറയുന്ന കലി തന്നെ, ആയാതഃ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. ആ ദിവസം മുതൽ ഭഗവാൻ എപ്പോൾ ഇവിടെ നിന്ന് പോയോ, എന്നാണോ ഭഗവാൻ ഇവിടെ നിന്ന് പോയത്, ആ ദിവസം മുതൽ ഭൂമിയിൽ കലി, ആ ദിവസം തന്നെ ഭൂമിയിൽ കലി എത്തിച്ചേർന്നു. ആ കലിയുടെ പ്രത്യേകതയാണ് അടുത്ത ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്, സർവസാധന ബാധകഃ. എല്ലാ സാധനകളെയും നശിപ്പിക്കുന്നതാണ്, ബാധിക്കുന്നതാണ് കലി. അപ്പോൾ സൽപ്രവർത്തികൾ, സത്സംഗങ്ങൾ, ആ സത്തായിട്ടുള്ള നന്മ നിറഞ്ഞതായിട്ടുള്ള എന്തെല്ലാം സാധനകൾ ഉണ്ടായിരുന്നുവോ, മനുഷ്യ മനസ്സുകളിലെ നന്മകളിൽ പോലും കലി കടന്നു കയറുന്ന വിധത്തിലേക്ക് കലി ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിച്ചു. ഭഗവാൻ എപ്പോഴാണോ ഇവിടെ നിന്നും തിരികെ പോയത് തൻ്റെ സ്വധാമത്തിലേക്ക്, അന്നേ ദിവസം തന്നെ അല്ലയോ ഭക്തിദേവി, കലി ഇവിടെ എത്തിച്ചേർന്നു. നമുക്കറിയാം, വെളിച്ചമില്ലാതെയാവുന്ന നിമിഷം അവിടെ ഉണ്ടാകുന്നത് ഇരുട്ടാണ്. അതേപോലെ തന്നെ എപ്പോഴാണോ ആ ഒരു സാത്വിക മൂർത്തി ഇവിടെ നിന്നും പോയത്, ആ നിമിഷം മുതൽ ഭൂമി അന്ധകാരത്തിലേക്ക്, അധർമ്മത്തിലേക്ക്, ഭഗവാൻ ധർമ്മത്തിനായി അവതാരം കൊണ്ടതായിരുന്നു, ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനായിക്കൊണ്ട്. ആ ധർമ്മ സംരക്ഷണാർത്ഥം അവതാരം കൊണ്ട ഭഗവാൻ തൻ്റെ ധാമത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ അധർമ്മം എളുപ്പം വേരുപിടിച്ചു. അങ്ങനെ നന്മ നിറഞ്ഞതായിട്ടുള്ള എന്തെല്ലാം സാധനകൾ ഉണ്ടായിരുന്നുവോ എല്ലാത്തിനെയും ആ കലി വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ കരത്തിൽ ഒതുക്കിക്കളഞ്ഞു. അഥവാ ഇവിടെ അധർമ്മവും അസത്യവും അനീതിയും ഒക്കെ അങ്ങനെ കൊടികുത്തി വാഴാൻ തുടങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞ കലി സർവസാധനകളെയും ബാധിക്കുന്നതാണ്. അതിൽ മനുഷ്യ മനസ്സുപോലും ഈ കലി നിയന്ത്രിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നു. കാരണം ഇവിടെ ആ ഭഗവാന്റെ അസാന്നിധ്യം, ഭഗവാൻ ഈ ഭൂമിയെ ഉപേക്ഷിച്ച് തൻ്റെ ധാമത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ പിന്നെ അധർമ്മത്തിനാരെയും ഭയപ്പെടേണ്ടതില്ല, കലിക്കാരെയും ഭയപ്പെടേണ്ടതില്ല. കാരണം തനിക്ക് ആകെക്കൂടി ഒരു എതിരാളിയുള്ളത്, ധർമ്മത്തെ ഇവിടെ നിലനിർത്തണം എന്ന ഒരു ദൃഢനിശ്ചയമുള്ള, ഒരു ദൃഢതയുള്ള
കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ അധർമ്മം ഇല്ലാതെ ഏതു വിധത്തിലും ഇല്ലാതെയാക്കുമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി വർത്തിച്ചിരുന്ന അതിന് എങ്ങനെയും അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ മടി കാണിക്കാതെ ഇരുന്ന പദവികളുടെയും ഭരണത്തലവന്മാരുടെയും മുന്നിൽ അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എല്ലാ അധർമ്മങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു അവതാരമായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധാരണ ജന്മമായിരുന്നില്ല ഭഗവാന്റേത്. അതുകൊണ്ട് തന്നെ ആ ഭരണം പോലും അധർമ്മത്തിൽ ഊന്നിയതാണെങ്കിൽ കംസനെയൊക്കെ എത്ര നിഷ്പ്രയാസമാണ് ഭഗവാൻ ഇല്ലാതെയാക്കിയത്. കാരണം കംസൻ തൻ്റെ ആ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന അധർമ്മിയായിരുന്നു കംസൻ. അതുകൊണ്ട് തന്നെ ആ അധർമ്മത്തെയും ഇല്ലാതെയാക്കാൻ, അത് തൻ്റെ രക്തബന്ധത്തിലുള്ള ഭരണാധികാരി ആയിരുന്നിട്ടുകൂടി, തൻ്റെ അമ്മാവനായിരുന്നിട്ടുകൂടി അതിന് മടി കാണിക്കാതെ ആ അധർമ്മത്തെയും ഉന്മൂലനാശം വരുത്തിയതിന് ശേഷമാണ് ഭഗവാൻ ഇവിടെ നിന്നും മടങ്ങിപ്പോയത്. അങ്ങനെയുള്ള അധർമ്മത്തിനും അനീതിക്കുമൊക്കെ ശത്രുവായി നിന്നിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമി വിട്ടുപോയപ്പോൾ ഇവിടെ അധർമ്മം അല്ലെങ്കിൽ കലിയുടെ വിളയാട്ടം തുടങ്ങി. നമ്മൾ ഒരു സത്സംഗത്തിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അതിൽ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തയും കടന്നു വരാത്തതുപോലെ, അത് നമ്മുടെ ദുഃഖമായിക്കോട്ടെ, നമുക്ക് ആരോടെങ്കിലും അപ്പോൾ തോന്നിയ, ഇതിനു മുൻപ് തോന്നിയിട്ടുള്ള അപ്രിയമായിക്കോട്ടെ, ഒന്നും കടന്നു വരാത്തതുപോലെ, എന്നാൽ എപ്പോഴാണോ ആ സത്സംഗത്തിൽ നിന്നും പുറത്തിറങ്ങി വീണ്ടും നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്ക് ഉള്ള ആ ഒരു പ്രയാണം വീണ്ടും തുടങ്ങുന്നത്, ആ സമയത്ത് വീണ്ടും ഇവയൊക്കെ നമ്മുടെ മനസ്സിനെ മഥിക്കുന്നത് പോലെ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലാതെയായപ്പോൾ കലിക്ക് തൻ്റെ വിളഭൂമിയായി മാറി ഈ നാട്ടിലെ, ഈ ഭൂമിയിലെ സർവസാധനകളും എല്ലാ മനുഷ്യ മനസ്സുകളും ഒക്കെയും അങ്ങനെയായി തീർന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഭഗവാനെ അങ്ങ് പോയതുകൊണ്ടാണ് കലിക്കിവിടെ എത്തിച്ചേരാൻ ആയത് എന്നുകൂടി പറയുകയാണ്. അഥവാ ഭഗവാനെ കൂടുതൽ മനസ്സിൽ നമ്മൾ എത്രമാത്രം ഉറപ്പിക്കുന്നുവോ, എത്രമാത്രം ഭഗവത് ചിന്തയിൽ മുഴുകിക്കഴിയുന്നുവോ, അത്രമാത്രം അരുതാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുനിൽക്കും. എപ്പോൾ ഭഗവത് ചിന്ത നമ്മളിൽ നിന്ന് ദൂരേക്കും പോകുന്നുവോ അപ്പോൾ അരുതാത്ത ചിന്തകൾ കൂടുതൽ മനസ്സിൽ ഇടം പിടിക്കുന്നത് പോലെ. ഇത് നമുക്കൊക്കെ നിത്യജീവിതത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഭഗവാനോട് കൂടുതൽ ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ളവരെക്കുറിച്ചുള്ള അപ്രിയമോ അല്ലെങ്കിൽ അരുതാത്ത ചിന്തകളോ ഒന്നും തന്നെ വരുന്നില്ല. കോപമാകട്ടെ, അതൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടും അതിനൊന്നും വർത്തിക്കാൻ ഒരു ഇടം കിട്ടാതെ അതെവിടെയോ ഒളിഞ്ഞിരിക്കുന്നത് പോലെയാണ്. എന്നാൽ ഭഗവത് ചിന്ത എപ്പോൾ നമ്മളിൽ നിന്ന് ദൂരേക്ക് പോകുന്നുവോ, നമ്മൾ അതിൽ നിന്നും ഒരടി പിന്നോട്ട് വയ്ക്കുന്നുവോ, അപ്പോഴേക്കും ഈ അരുതായ്മകളെല്ലാം നമ്മളെ മഥിക്കാൻ തുടങ്ങും. ഇതാണ് ആ ഒരു ശ്ലോകത്തിലൂടെ ഇപ്പോൾ നാരദ മഹർഷി ഭക്തിദേവിയോട് പറയുന്ന. കാരണം ഭക്തിദേവിക്കും ഭഗവാനെ കുറിച്ചുള്ള ചിന്തയേക്കാളേറെ ഇപ്പോൾ ഈ കലിയുടെ വിളയാട്ടത്താൽ തളർന്നിരിക്കുന്ന തൻ്റെ മക്കളുടെ പതനമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജരാനരകൾ ബാധിച്ച ആ ഒരു അവസ്ഥയിലേക്ക്, ഭൗതികമായ വിഷയങ്ങളിലേക്ക് ഭക്തിദേവിയും മനസ്സ് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ദുഃഖത്തിന് കാരണമെന്ന് ഒന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യദാ മുകുന്ദോ ഭഗവാൻ ശ്മാം ത്യക്ത്വാ സ്വപദം ഗതഃ തദ്ദിനാത് കലിരായാതഃ സർവസാധനബാധകഃ. ഇനി നമുക്ക് അതിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ 3 ഇടത്ത് വിസർഗം വരുന്നുണ്ട്. അത് പകുതി ഹകാരത്തിൽ വായിക്കുക, ഗതഃ. അതുപോലെ കലിരായാതഃ, സർവസാധനബാധകഃ, അവിടെയും ഹകാരം കൊടുക്കുക. പിന്നെ അടുത്തത് കലിരായാതഃ.
അവിടെ രായ്ക്ക് അകാരം നീട്ടിയെടുക്കണം. ആയാതഹ, കലിരായാതഹ. ബാക്കിയൊന്നും വലിയ സർവസാധന ബാധക അതൊന്നും ബുദ്ധിമുട്ടുള്ളതല്ല വായിക്കാൻ. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. പിന്നെ ക്ഷ്മാം, അത് ചിലപ്പോൾ ആദ്യം തുടക്കക്കാർക്ക് കിട്ടിയില്ല എന്ന് വരാം. അത് പതുക്കെ വായിച്ച് പരിശീലിക്കുക. ക്ഷ്മാം എന്നുള്ളത് അത് നമ്മൾ പതുക്കെ പരിശീലിച്ചെടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.